Hello all, welcome to once. നമ്മൾ KSEB Sub Engineer മൊഡ്യൂൾ വൈസ് പ്രാക്ടീസ് സെഷൻസിലാണ് 4 മൊഡ്യൂൾസ് നമ്മൾ നോക്കി. ഇന്ന് നോക്കാൻ പോകുന്ന മൊഡ്യൂൾ നമ്പർ 5 ആണ്. മൊഡ്യൂൾ നമ്പർ 5-ൽ മെയിൻ ടോപ്പിക്സ് അനലോഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓൺ അനലോഗ് ഇലക്ട്രോണിക്സ്. ഓക്കെ, സോ ലെറ്റ് us get started. Question number 1. By doping germanium with gallium, the types of semiconductors formed are. എന്തൊക്കെ ഓപ്ഷൻസ്? N type, P type, intrinsic and extrinsic. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിന്റെ ടൈപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഏതൊക്കെ ടൈപ്സ് ഉണ്ട് സെമി കണ്ടക്ടേഴ്സിന്റെ? ഫസ്റ്റ് ടൈപ്പ് ഈസ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ. എന്താണ് intrinsic semiconductor? means there is no doping. ഡോപ്പിംഗ് എന്ന് വെച്ചാൽ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൽ there is no doping or we have a pure semiconductor. എക്സാമ്പിൾ സിലിക്കൺ, ജർമ്മനി. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. The second type is extrinsic semiconductor. Extrinsic semiconductoril നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡോപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ആഡിങ് ഇംപ്യൂരിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ തന്നെ നമുക്ക് 2 ടൈപ്സ് ഓഫ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യാം. ഏതൊക്കെ ആണത്? either we can add a trivalent impurity. Okay, trivalent impurity add ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ മെജോറിറ്റി കാരിയേഴ്സ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഹോൾസ്. എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഹോൾസ്. അപ്പോൾ ഈ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി കാരണം ഫോം ചെയ്യുന്ന എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ വിൽ ബി പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഇറ്റ് വിൽ ബി പി ടൈപ്പ് സെമി കണ്ടക്ടർ. അതുപോലെ തന്നെ നമ്മൾ പെൻഡാവാലന്റ് ഇംപ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ മെജോറിറ്റി കാരിയേഴ്സ് വിൽ ബി ഇലക്ട്രോൺസ് ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് കോൾഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഇനി പി ടൈപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് BiAg. എന്താ BiAg? ഇറ്റ് ഈസ് ബോറോൺ, ഇൻഡിയം, അലുമിനിയം ആൻഡ് G for ഗാലിയം. ഇനി എൻ ടൈപ്പ് ആണെങ്കിൽ ഇറ്റ് ഈസ് PaAb. എന്താണ് PaAb? ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ആൻഡ് ബിസ്മുത്ത്. ഓക്കെ, അപ്പോ എന്താ നമ്മുടെ ചോദ്യം? we are adding doping germanium with gallium. where is gallium? ഇവിടെയാണ് gallium അല്ലേ. അപ്പോൾ gallium ആഡ് ചെയ്യുമ്പോൾ we will be getting a p type semiconductor and p type semiconductor is also an extrinsic semiconductor. so ഇവിടെ answer it will be a p type and also it will be extrinsic. so answer will be option 2 and 4. 2 and 4 means option B will be the correct answer. ഓക്കെ, അപ്പോൾ പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പിൽ ഏതൊക്കെ എലിമെന്റ്സ് ഫോം ചെയ്താലാണ് പി ടൈപ്പ് ആവുക എൻ ടൈപ്പ് ആവുക എന്നത് ഓർത്തിരിക്കുക കേട്ടോ. ഈ കോഡ് ഓർത്തിരുന്നാലും മതി. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 2. Which one of the following statement is correct? For insulators, the band gap is narrow as compared to semiconductors. For insulators, the band gap is relatively wide
whereas for semiconductors it is narrow. The band gap is narrow in width for both insulators and conductors. The band gap is equally wide for conductors and semiconductors. See, ഈ ചോദ്യം വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ഫ്രം എനർജി ബാൻഡ് ഡയഗ്രാം അല്ലെ, എനർജി ബാൻഡ് ഡയഗ്രാം. എങ്ങനെയാണ് എനർജി ബാൻഡ് ഡയഗ്രാം? See, we have different energy band diagram for conductors, semiconductors, and for insulators. Okay. See, energy band diagramil there are two bands അല്ലേ? ഏതൊക്കെ? First one is valence band അല്ലേ? ഇവിടെ ഉള്ളത് that is valence band. എന്താണിത്? It is valence band. And then we have conduction band. We have conduction band. Okay, ഈ കണ്ടക്ടേഴ്സിന്റെ കേസിൽ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് എന്താണ്? പരസ്പരം ദേ ആർ ഓവർലാപ്പിംഗ് ഈച്ച് അതർ. എന്താണ്? ദേ ആർ ഓവർലാപ്പിംഗ് ഈച്ച് അതർ. അവരുടെ ഇടയിൽ ദർ ഇസ് നോ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അതുകൊണ്ട് തന്നെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് എല്ലാം കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കണ്ടക്ടേഴ്സിൽ എന്തായിരിക്കും? കണ്ടക്ടിവിറ്റി വിൽ ബി വെരി ഹൈ. വൈ? ബിക്കോസ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് ഈസ് ഹൈ. ഇതാണ് ഇൻ ദ കേസ് ഓഫ് കണ്ടക്ടേഴ്സ്. ഹൗ വിൽ ബി ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്? സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഇവിടെ വാലൻസ് ബാൻഡ് ആൻഡ് ദർ വിൽ ബി എ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്. ഈ സ്മോൾ ഗ്യാപ്പിനെ നമ്മൾ പറയുന്നതാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഈ സ്മോൾ എനർജി ഗ്യാപ്പിനെ നമ്മൾ വി സേ ഇറ്റ് ആസ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഉള്ള കാരണം കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിന്റെ നമ്പേഴ്സ് വിൽ ബി ലെസ് ആസ് കമ്പയർഡ് ടു conductors. See, ഇവിടെ more number of electrons. ഇവിടെ there are only a few number of electrons. ഇനി ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ ആണെങ്കിൽ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് തമ്മിൽ there is a huge gap. Here will be conduction band and there will not be any electrons in conduction band. ഇതാണ് forbidden energy gap. ഓക്കെ, അപ്പോ ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ ആണെങ്കിൽ ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വിൽ ബി ആസ് ഹൈ ആസ് 7 ഇലക്ട്രോൺ വോൾട്ട്സ്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ആണെങ്കിലോ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട്സ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഫോർ ജെർമേനിയം it will be 0.72 electron volts and for silicon it will be 1.1 electron volts. Okay, ഈ വാല്യൂസും ഓർത്ത് ചില എക്സാമുകളിലൊക്കെ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഈ 0.72 ഡോണ്ട് കൺഫ്യൂസ് വിത്ത് കട്ട്-ഇൻ വോൾട്ടേജ് ഓഫ് സിലിക്കൺ. കട്ട്-ഇൻ വോൾട്ടേജ് ഓഫ് സിലിക്കൺ ഈസ് 0.7 വോൾട്ട്. അത് വേറെ, ഇറ്റ് ഈസ് ഇൻ ഡയോഡ്. ഓക്കെ, ഒരു പി എൻ ജംഗ്ഷനെ റിവേഴ്സ് മോഡിൽ നിന്ന് ഫോർവേഡ് മോഡിലേക്ക് കൊണ്ടുവരാൻ വി ഹാവ് ടു അപ്ലൈ എ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ട്. അതാണ് ഫോർ സിലിക്കൺ ഇറ്റ് ഈസ് 0.7 വോൾട്ട്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഈ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ ഫോർ ജെർമേനിയം ഇറ്റ് ഈസ് 0.7 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് ഫോർ silicon it is 1.1 electron volt. Okay, so now coming back to our question,
എന്താണ്? ഫോർ ഇൻസുലേറ്റേഴ്സ് ദ ബാൻഡ് ഗ്യാപ്പ് ഈസ് നാരോ ആസ് കമ്പയർഡ് ടു സെമി കണ്ടക്ടേഴ്സ്. അല്ല, നാരോ അല്ല. ഫോർ ഇൻസുലേറ്റേഴ്സ് ഇറ്റ് ഈസ് വൈഡ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റോങ്. സി സെക്കൻഡ് ഓപ്ഷൻ, for insulators the band gap is relatively wide, whereas for semiconductors it is narrow. Yes, it is a correct option. And the option C, the band gap is narrow in width for both insulators and conductors. Alla, for both insulators and conductors narrow alla. Insulators ni wide aanu and conductors ni narrow aanu. And the last one is the band gap is equally wide for both conductors and semiconductors. Equally wide umalla. Semiconductors ni energy gap is wider than for conductors. Okay, അപ്പോൾ ഈ എനർജി ബാൻഡ് ഡയഗ്രാം ഫോർ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ഓർത്തു വെക്കുക. ആൻഡ് ഓൾസോ റിമെമ്പർ ദിസ് വാല്യൂ, ദ എനർജി ഗ്യാപ്പ് ഫോർ ജെർമേനിയം ആൻഡ് സിലിക്കൺ. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 3. With increase of reverse bias in a PN junction diode, the reverse current decreases, increases, remains constant, may increase or decrease. See, reverse current-ന് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നതാണ് ചോദ്യം. ഇവിടെ ഓർത്തിരിക്കുക, റിവേഴ്സ് കറന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വോൾട്ടേജ്. So voltage കൂട്ടിയാലും കുറച്ചാലും reverse current will be constant. So the answer will be option C, it will be constant. അപ്പോൾ ഈ reverse current എന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? Reverse current is dependent on temperature. It is dependent on temperature. അതിന്റെ അപ്രോക്സിമേറ്റ് റിലേഷൻഷിപ്പ് എന്താണ്? റിവേഴ്സ് കറന്റ് I0 ഡബിൾസ് for every 10 degrees Celsius rise in temperature. Okay, for every 10 degrees Celsius rise in temperature, നമ്മുടെ റിവേഴ്സ് കറന്റിന്റെ വാല്യൂ എന്താവും? ഇറ്റ് ഡബിൾസ്. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. Moving on to question number 4. FET is essential. FET le field effect transistor endanu? Whether it is current driven, voltage driven, power driven or solar driven. See, we will have a look, we will have a comparison between BJT and FET. Important comparison, important properties ഒക്കെ നമുക്ക് നോക്കിയിട്ട് പോകാം. സി, BJTയുടെ ഇതാണ് BJTന്റെ സിമ്പിൾ. ഓക്കെ, ഇത് ബേസ്, എമിറ്റർ, കളക്ടർ. അപ്പൊ BJTന്റെ 3 ടെർമിനൽസ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ബേസ്, എമിറ്റർ ആൻഡ് കളക്ടർ. FET ആണെങ്കിൽ സിമ്പിൾ ഈസ് ലൈക്ക് ദിസ്. ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ്. അപ്പോ FETന്റെ 3 ടെർമിനൽസ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ഗേറ്റ്, ഡ്രെയിൻ ആൻഡ് സോഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, BJT ഈസ് എ കറന്റ് കൺട്രോൾഡ് ഡിവൈസ്. ഇറ്റ് ഈസ് എ കറന്റ് കൺട്രോൾഡ് ഡിവൈസ്. FET എന്താണ്? FET ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. Okay, next important, BJT is a bipolar device. Bipolar means the conduction is due to majority carriers and also due to minority carriers. Both helps in conduction.
Whereas in FET-ന്റെ കേസിൽ ഇറ്റ് ഈസ് എ യൂണിപോളാർ ഡിവൈസ്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? We have only majority carriers in FET. Okay. Next, BJT-ന്റെ കൺട്രോൾ സിഗ്നൽ എന്താണ്? കൺട്രോൾ സിഗ്നൽ ഈസ് ബേസ് അല്ലെ. അതായത് ബേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എമിറ്റർ ഓർ കളക്ടറിലുള്ള കറണ്ടിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ബേസ് യൂസ് ചെയ്തിട്ടാണ്. FET-ന്റെ കേസിൽ എന്താണ് കൺട്രോൾ സിഗ്നൽ? ഇറ്റ് ഈസ് ഗേറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഗേറ്റ്. പക്ഷെ നോക്കുക, ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് FET-ന്റെ കേസിൽ ഗേറ്റ് ഈസ് ഇൻസുലേറ്റഡ്. സി, ഇവിടെ ഗേറ്റ് ആൻഡ് ബാക്കി ഡ്രെയിൻ ആൻഡ് സോഴ്സ് തമ്മിൽ ദർ ഈസ് എ ഗ്യാപ്പ് അല്ലേ? ദർ ഈസ് എ ഗ്യാപ്പ്. വൈ ദർ ഈസ് എ ഗ്യാപ്പ്? ബിക്കോസ് ഗേറ്റ് ഈസ് ഇൻസുലേറ്റഡ്. ഗേറ്റ് ഈസ് ഇൻസുലേറ്റഡ്. FET-ന്റെ കൺസ്ട്രക്ഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ദർ ഈസ് എ ലെയർ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിലിക്കൺ ഡയോക്സൈഡ് കാരണം ഗേറ്റ് വിൽ ബി ഇൻസുലേറ്റഡ്. ഈ ഗേറ്റ് ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഗേറ്റ് ഇംപിഡൻസ് ഈസ് വെരി ഹൈ. ഗേറ്റ് ഇംപിഡൻസ് എന്താണ്? ഇറ്റ് ഈസ് ഹൈ. അപ്പോൾ ഗേറ്റ് ഇംപിഡൻസ് ഹൈ ആയ കാരണം ഗേറ്റ് സിഗ്നൽ ഓർ ഗേറ്റ് കറന്റ് വിൽ ബി ലോ. പക്ഷെ ബേസിൽ എന്താണ്? ബേസ് കറന്റ് വിൽ ബി ഹൈ. ഓക്കെ, അപ്പോൾ BJT-ന്റെ കേസിൽ ബേസ് കറന്റ് ഓർ കൺട്രോൾ സിഗ്നൽ ഹൈ ആണെങ്കിൽ FET-ന്റെ കേസിൽ കൺട്രോൾ സിഗ്നൽ ഈസ് ലോ. ഇനി നെക്സ്റ്റ് തിങ് ഈസ് ഇവിടെ BJT ഈസ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഡിവൈസ്. അതായത് കറണ്ടിന്റെ വാല്യൂ കൂടുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് എന്താവും? റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ടിന്റെ വാല്യൂ വീണ്ടും കൂടും. വീണ്ടും I കൂടുമ്പോൾ R-ന്റെ വാല്യൂ വീണ്ടും കുറഞ്ഞു വരും. ദിസ് ഈസ് എ ക്യുമുലേറ്റീവ് പ്രോസസ് ആൻഡ് ദിസ് ലീഡ്സ് ടു സെക്കൻഡറി ബ്രേക്ക് ഡൗൺ. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സെക്കൻഡറി ബ്രേക്ക് ഡൗൺ. സെക്കൻഡറി ബ്രേക്ക് ഡൗൺ ഹാപ്പൻസ് ഇൻ BJT. വൈ? ബിക്കോസ് BJT ഈസ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഡിവൈസ്. പക്ഷെ FET ആണെങ്കിൽ FET ഈസ് എ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഡിവൈസ്. അതായത് കറണ്ടിന്റെ വാല്യൂ കൂടുമ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താണ്? അത് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വീണ്ടും കറണ്ടിന്റെ വാല്യൂ കൂടില്ല. സോ ഇൻ MOSFET there is no secondary breakdown. Okay, there is no secondary breakdown. Next important point, BJT-ല് conduction losses are less. Conduction losses എന്താണ്? It is less. പക്ഷെ FET-ന്റെ കേസിൽ conduction losses are high. Conduction losses are high. പക്ഷെ സ്വിച്ചിങ് ലോസസ് ആണെങ്കിലോ? സ്വിച്ചിങ് ലോസസ് ആണെങ്കിൽ ഇൻ FET സ്വിച്ചിങ് ലോസസ് ആർ ലെസ്. സ്വിച്ചിങ് ലോസസ് ലെസ് ആണെങ്കിൽ FET-നെ നമുക്ക് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഡിവൈസ് ആണ് FET. പക്ഷെ BJT ആണെങ്കിൽ ഇവിടെ സ്വിച്ചിങ് ലോസസ് ആർ ഹൈ. ഓക്കെ, അപ്പൊ BJT-ന്റെയും MOSFET-ന്റെയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ഞാനിവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഏത് പോയിന്റ്സിൽ വേണമെങ്കിലും ചോദ്യങ്ങൾ നമുക്ക് വരാം. സോ ഈ എല്ലാ പോയിന്റ്സും ഓർത്തിരിക്കണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 4 വാസ് FET ഈസ് എ, നോ ഡൗട്ട് FET ഈസ് എ വോൾട്ടേജ് ഡ്രിവൺ ഡിവൈസ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കുക. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ Zener diode അല്ലെ. എ 6 volt Zener diode shown in the circuit below has 0 Zener resistance and a knee current of 5 milliampere. Okay, then what is the minimum value of R so that the voltage across it does not fall below 6 volt? നമ്മളിവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഏതൊരു ഡയോഡും, this is V,
and it is I. Diode in the usual characteristics something like this, and in reverse bias condition aanengil there will be a leakage current, and at a particular voltage this diode will break down. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ. അപ്പോൾ നമ്മുടെ സെനർ ഡയോഡ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഇൻ ദിസ് റീജിയൻ സെനർ ഡയോഡ് വർക്ക്സ്. ഓക്കെ, അപ്പൊ സെനർ ഡയോഡ് വർക്ക് ചെയ്യണമെങ്കിൽ the voltage should be VZ and current എന്തായിരിക്കണം? There should be a minimum value of IZ minimum, and there will be a maximum value of IZ, and it is IZ maximum. ഈ IZ മിനിമത്തിനെ പറയുന്ന വേറൊരു പേരാണ് ഇറ്റ് ഈസ് നീ കറണ്ട്. അപ്പോൾ നമ്മളെ ചോദ്യത്തിൽ എന്താണ്? നീ കറണ്ട് ഓഫ് 5 മില്ലി ആംപിയർ. നീ കറണ്ട് മീൻസ് ഈ സെനർ റീജിയനിലുള്ള IZ മിനിമം, ദാറ്റ് കറണ്ട് വാല്യൂ ഈസ് നീ കറണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയനിലാണ് നമ്മളുടെ സെനർ ഡയോഡ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു റീജിയനിൽ വർക്ക് ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് അല്ലേ, BZ. അപ്പോൾ ഇവിടെ നമ്മളെ ചോദ്യത്തിൽ സെനർ ഡയോഡ് എപ്പോഴും so that the voltage across it does not fall below 6 volt. അതായത് നമ്മളുടെ സെനർ വോൾട്ടേജ് എപ്പോഴും we have to maintain it as 6 volt അല്ലെ, we have to maintain it as 6 volt. അപ്പോൾ ഈ 6 വോൾട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ സെനർ വോൾട്ടേജ് റെഗുലേറ്ററിൽ there are 2 കേസ്. ആദ്യത്തെ കേസ് ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് ഇഫ് ഇറ്റ് ഈസ് വേരിങ്, നമ്മളെ സെനർ ഡയോഡ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കണമെങ്കിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ്. ദ സെക്കൻഡ് കേസ് ഈസ് ലോഡ് വേരി ചെയ്യുകയാണെങ്കിൽ, ലോഡ് വേരി ചെയ്യുകയാണെങ്കിൽ സെനർ ഡയോഡ് എങ്ങനെ വർക്ക് ചെയ്യും? ഇവിടെ ചോദ്യത്തിൽ എന്താണ്? നമ്മളെ ലോഡാണ് വേരി ചെയ്യുന്നത് അല്ലെ, മിനിമം വാല്യൂ ഓഫ് R. ദാറ്റ് മീൻസ് R ഈസ് ചേഞ്ചിങ്. ഓക്കെ, R ഈസ് ചേഞ്ചിങ് ഫ്രം വേർ ടു വേർ? ഫ്രം R minimum to R. ഫ്രം R minimum to R maximum നമ്മളെ R എന്താണ്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ R ചേഞ്ച് ചെയ്യുമ്പോൾ വി നോ I is equal to V by R ആണ് അല്ലെ, ഓംസ് ലോ. അപ്പോ R മിനിമം ആണെങ്കിൽ I എന്തായിരിക്കും? I will be maximum. So load current will be 2 IL maximum. Load current will vary. പക്ഷെ എങ്ങനെയാണ് വേരി ചെയ്യുക? What will be IL minimum? IL minimum will be VZ by R maximum അല്ലെ, ഓംസ് ലോ അല്ലെ. ഇവിടെ R maximum ആവുമ്പോൾ I will be minimum, R minimum ആകുമ്പോൾ I will be maximum. ആൻഡ് ഈ ആറിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? ഇറ്റ് ഈസ് സെനർ വോൾട്ടേജ് BZ. ഇതാണ് IL minimum. In the same way, what is IL maximum? IL maximum will be BZ by R minimum. Okay. Okay. ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ കാണേണ്ടത് what is the value of I in? എന്താണ് I in? See, ഈ വോൾട്ടേജ് is 10 volt and this voltage is 6 volt. So what is I in? I in will be 10 minus 6 by 50. So this will be 4 by 50 or 2 by 25 ampere. Okay. ഇനി ഈ I in ഏതൊക്കെ കറണ്ട് ആയിട്ട് പോകുന്നത്? ഇറ്റ് ഈസ് IZ and IL. Okay, that means I in is equal to IZ plus IL. ഈ I in ന്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. What is the value? It is 2 by 25 ampere. So I in will be equal to, I in ന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണല്ലോ. യെസ്. അപ്പോൾ IL ന്റെ വാല്യൂ മാക്സിമം ആകുമ്പോൾ IZ ന്റെ വാല്യൂ എന്താവണം? ഇറ്റ് ഷുഡ് ബി മിനിമം അല്ലേ, എന്നാൽ മാത്രമേ I in എന്താവുള്ളൂ? I in will be constant. Okay, so I in will be IZ minimum
plus IL maximum, or you can say I in will be IZ maximum plus IL minimum. ഓക്കെ, അതായത് IL മിനിമം ആകുമ്പോൾ IZ എന്താവണം? മാക്സിമം ആവണം. വൈ? എന്നാൽ മാത്രമേ I in will be a കോൺസ്റ്റന്റ് വാല്യൂ. അതായത് I in നമുക്ക് 10 ആംപിയർ ആണെന്ന് അസ്യൂം ചെയ്താൽ IZ മിനിമം 1 ആംപിയർ ആണെങ്കിൽ ഇത് 9 ആംപിയർ ആവണം അല്ലെ? IL എന്തായി? മാക്സിമം ആയി. ഇനി IZ മാക്സിമം ആണ്, അതായത് 9 ആണെങ്കിൽ IL എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി മിനിമം, അതായത് 1 ആയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. I ഇന്നിന്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. നമുക്കിവിടെ വേണ്ടത് എന്താണ്? മിനിമം വാല്യൂ ഓഫ് R ആണ് അല്ലെ? മിനിമം വാല്യൂ ഓഫ് R വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? IL മാക്സ് വേണം. സോ യു ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ. വൈ? ബിക്കോസ് IL മാക്സ് ഇവിടെയാണ്. ദ IL മാക്സ് ഈസ് ദെയർ. സോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ വാട്ട് ഈസ് I in? I in is 2/25 equal to IZ min. IZ min is given എത്ര? 5 milliampere അല്ലെ? അപ്പോ 5/1000 plus IL maximum. So you got IL maximum. എന്തായിരിക്കും IL maximum? It will be 2/25 minus 5/1000, or 2/25 minus 5/1000 means 1/200, or 200 ഞാൻ കോമൺ എടുത്താൽ 25 200 8 to 16 and minus 1, so it will be 15/200. So what is IL max? IL max is 15/200, or 5 നെ കൊണ്ട് cancel ചെയ്താൽ it will be 3/40 ampere. Okay, so I got IL max. Appo what will be R minimum? R minimum will be VZ by IL max. VZ is 6 volt by IL max 3/40. So 362, R minimum will be 80 ohm. So what is the minimum value of R? It is 80 ohm. Okay. ഇനി ചില ചോദ്യങ്ങളിൽ we will be given maximum power that can be passed through a Zener diode. അതായത് P maximum. എന്തായിരിക്കും P maximum? It will be VZ into IZ max. എന്തിനാണ് പവർ മാക്സിമം അവര് why they are giving it in question? Because to get IZ maximum. ഓക്കെ, അപ്പോൾ പവർ മാക്സിമം പവർ യൂസ് ചെയ്തിട്ട് നമുക്ക് IZ മാക്സിമം കാണാൻ സാധിക്കും. IZ മാക്സിമം കണ്ടാൽ we can get IL minimum, and IL minimum കിട്ടുകയാണെങ്കിൽ we can get R maximum. അപ്പോൾ R minimum R maximum നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതുപോലത്തുള്ള സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. എന്താണ്? In a center tap full wave rectifier, 100 volt is the peak voltage between the center tap and one end of the secondary. What is the maximum voltage across the reverse biased diode? എന്താണ് ചോദ്യം? It is a center tap transformer അല്ലേ? Center tap transformer. ഇവിടെ ലോഡ്, again here there is a diode. ഇതാണ് ഒരു സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ. 100 volt is the peak voltage between center tap and one of the secondary. അതായത് ഈ വോൾട്ടേജ് എന്താണ്? 100 volt. What is the maximum voltage across the reverse biased diode? Indirectly ഈ ചോദ്യത്തിൽ എന്താണ് ചോദിക്കുന്നത്? They are asking about peak inverse voltage അല്ലേ? Peak inverse voltage. Assume that ഈ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുകയാണെങ്കിൽ ഈ പ്ലസ് എവിടെ വരും? ഈ പ്ലസ് ഇവിടെ വരും അല്ലേ? സോ ഹിയർ അക്രോസ് ദ ലോഡ് യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ് അല്ലേ? -+100 volt. അപ്പോൾ ഈ ഡയോഡിൽ this diode is reverse bias now.
ഈ ഡയോഡിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 100 again plus 100. സോ ഈ ഒരു 100ഉം ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദെയർ 200 വോൾട്ട്. സോ ഒരു സെൻട്രൽ ടാപ്പ് ബ്രിഡ്ജ് ഒരു സെൻട്രൽ ടാപ്പ് റെക്ടിഫയറിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഡബിൾ ദ മാക്സിമം വോൾട്ടേജ്. ഇവിടെ ഞാൻ കുറച്ച് വാല്യൂസ് പറയാം ഫോർ ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ സെൻട്രൽ ടാപ്പ് ആൻഡ് ബ്രിഡ്ജ് വാല്യൂസ്. ദീസ് വാല്യൂസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് DC ഔട്ട്പുട്ട് വോൾട്ടേജ്. ഹാഫ് വേവിന്റെ കേസിൽ എന്തായിരിക്കും DC ഔട്ട്പുട്ട് വോൾട്ടേജ്? ഇറ്റ് വിൽ ബി Vm/π. ഇനി ഫുൾ വേവിന്റെ കേസിൽ ഫോർ ബോത്ത് സെൻട്രൽ ടാപ്പ് ആൻഡ് ബ്രിഡ്ജ് ഇറ്റ് വിൽ ബി 2Vm/π. ഓക്കെ. ഇനി റിപ്പിൾ ഫാക്ടർ ഹാഫ് വേവിന്റെ കേസിൽ റിപ്പിൾ ഫാക്ടർ വിൽ ബി മോർ. ഓക്കെ, സോ റിപ്പിൾ ഫാക്ടർ വിൽ ബി 1.211. ഫുൾ വേവിന്റെ കേസിൽ റിപ്പിൾ ഫാക്ടർ വിൽ ബി 0.482. റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിയും ഒരുപാട് പ്രാവശ്യം ചോദിച്ച കാര്യമാണ്. rectification efficiency half wave is less efficient than full wave. Half wave in the case efficiency will be 40.53% and full wave in the case it is around 81.06%. 81.06%. Ini transformer utilization factor. Half wave in the case it is 0.2865. Full wave in the case it is 0.672. And ഇവിടെ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ കേസിൽ ഇറ്റ് ഈസ് 0.8106. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി PIV, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഓക്കെ, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇവിടെ Vm, ഇവിടെ 2. ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ ഇറ്റ് ഈസ് ഓൺലി Vm. ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ദാറ്റ് ഈസ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എത്രയാണ്? ഇറ്റ് ഈസ് ഓൺലി Vm, ഇറ്റ് ഈസ് നോട്ട് 2Vm. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചത് ഫോർ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമറിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്? ഇറ്റ് ഈസ് ഡബിൾ, ഇറ്റ് ഈസ് 2 times the Vm. ഈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആൻഡ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ആൻഡ് റിപ്പിൾ ഫാക്ടർ ഈ high mobility of holes, high mobility of electrons, low mobility of electrons, higher mobility of electrons. Higher than holes. So എന്തായിരിക്കും ഇവിടെ correct answer? Correct answer will be option D, that is higher mobility of electrons than the mobility of holes in a PNP transistor. Okay, in a PNP transistor. ഇനി ഒരു ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ നമുക്ക് തന്നിട്ട് ഉണ്ടെങ്കിൽ അത് NPN ആണോ അതോ PNP ആണോ എന്നത് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുക? ഓൾവേസ് ലുക്ക് അറ്റ് ദ ആരോ. Okay, arrow will be always from P to N. ഈ ആരോ മാത്രം നോക്കിയാൽ മതി. ആരോ വിൽ ബി ഓൾവേസ് ഫ്രം P to N. ഇവിടെ ആരോ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ അല്ലേ? സോ ആരോ ഇങ്ങനെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി P ആൻഡ് ഇറ്റ് വിൽ ബി N.
സോ അപ്പം ഇത് എന്താവണം? ഇറ്റ് ഷുഡ് ബി N. അപ്പൊ ഇത് എന്ത് ടൈപ്പ് ട്രാൻസിസ്റ്റർ ആണ്? ഇറ്റ് ഈസ് NPN ട്രാൻസിസ്റ്റർ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ എറോ ഇങ്ങനെയാണ്. എറോ. സോ ദ എറോ ഷുഡ് ബി ഓൾവേസ് ഫ്രം P to N. അപ്പൊ ഇത് P ആവണം, ഇത് N ആവണം. സോ ഇതും എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഓൾവേസ് P. സോ ദിസ് ഈസ് എ PNP ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 8. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 8? ദ collector and emitter current values for a transistor with common base DC current of 0.99 and base current of 20 microampere are. Collector and emitter current ആണ് ചോദ്യം അല്ലേ? See, we know in any transistor emitter current is equal to collector current plus base. ഇവിടെ IB-ന്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി വെരി സ്മോൾ ഓർ ഇറ്റ് വിൽ ബി ഇൻ മൈക്രോ ആംപിയർ. ഓക്കെ, IB-ന്റെ വാല്യൂ വെരി സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഐന്റെ വാല്യൂം IC-ന്റെ വാല്യൂം എന്തായിരിക്കും? ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. അപ്പൊ ഇവിടെ ഓപ്ഷൻസിൽ നോക്കുക. 2 മില്ലി ആംപിയർ 1.98, 1.98 മൈക്രോ ആംപിയർ 2, 1.98 മില്ലി ആംപിയർ 2 ആൻഡ് 2 മില്ലി ആംപിയർ ആൻഡ് 1.98 മൈക്രോ ആംപിയർ. എന്തിന്റെ വാല്യൂസ് ആണ്? കളക്ടർ ആൻഡ് എമിറ്റർ. സി, കളക്ടർ ആൻഡ് എമിറ്റർ കറണ്ടിന്റെ വാല്യൂസ് ദേ ആർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ അല്ലെ? അപ്പോ 1 മൈക്രോ ആംപിയറും 1 മില്ലി ആംപിയറും ഒരിക്കലും സാധ്യമല്ല. ഓക്കെ, സോ ദിസ് ഓപ്ഷൻ ഈസ് എലിമിനേറ്റഡ്. അതുപോലെ തന്നെ ഇവിടെ ദിസ് ഓപ്ഷൻ ഈസ് എലിമിനേറ്റഡ്. വൈ? ബിക്കോസ് വൺ ഈസ് ഇൻ മില്ലി ആംപിയർ ആൻഡ് ദ അതർ വൺ ഈസ് മൈക്രോ ആംപിയർ. ദിസ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ ഇനി 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ ഈ 2 ഓപ്ഷനിൽ നോക്കുക. IE is equal to IC plus IB. അപ്പൊ ഇതിൽ ഏതാണ് വലുത്? ഓൾവേസ് IE will be greater than IC അല്ലേ? കാരണം എന്താ? IE മീൻസ് IC പ്ലസ് IB ആണ്. IB-ന്റെ കൂടെ IC-ന്റെ കൂടെ IB-യും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് IE വാല്യൂ വരുന്നത് അല്ലെ? സോ IE will be greater than IC. അപ്പൊ ഇവിടെ എന്താണ്? Collector and emitter. Collector current will be less and emitter current will be more. So collector current will be less and emitter current will be more. So the correct option will be option C. Okay, correct option will be option C. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം? സി, ഫസ്റ്റ് യു ഷുഡ് ഗെറ്റ് എ ബേസിക് ഐഡിയ അല്ലെ? ഒരു ട്രാൻസിസ്റ്ററിൽ എത്ര modes of operation ഉണ്ട്? We have common base, common emitter and common collector. Common baseൽ ഇൻപുട്ട് വാല്യൂസ് എന്താണ്? കോമൺ ബേസിൽ ഇൻപുട്ട് ഈസ് IE and ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് ഈസ് IC. കോമൺ എമിറ്ററിലും കോമൺ കളക്ടറിലും ഇൻപുട്ട് ഈസ് IB. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്? emitter ഇവിടെയായി, ബേസ് ഇവിടെയായി. സോ ഔട്ട്പുട്ട് വിൽ ബി IC. ഹിയർ ഔട്ട്പുട്ട് വിൽ ബി I. Output by input. So it will be IC by IE. ഇവിടെ it will be IC by IB. ഇവിടെ it will be IE by IB. ഈ IC by IE നെയാണ് നമ്മൾ പറയുന്നത് ആൽഫ. IC by IE ne we call it as beta and IE by IB ne we call it as gamma. See, alpha and approximate value it will be 0.98. It will be always between 0 and 1. Beta and approximate value it will be in the range of 50 to 100. That means it will be a high value. Why high? Because IB in the value and it is very small. So a number by a small value will be a very high value. അതുപോലെ തന്നെ ഇവിടെ ഗാമ ഓൾസോ ഇറ്റ് വിൽ ബി ഹൈ വാല്യൂ. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ, റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. സോ എന്താണ് റിലേഷൻ? ആൽഫ ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. അതുപോലെ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. ഓക്കെ, അപ്പോൾ
ഇനി ഈ ഒരു ബേസിക് ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ചോദ്യം സോൾവ് ചെയ്യുകയാണെങ്കിൽ, see it is given that common base DC current of 0.99, common base DC current gain ആണ് അല്ലേ, common base. So എന്താണ് ചോദ്യത്തിൽ? it is given alpha. So what is alpha? Alpha is 0.99. And what is beta? IB is 20 microampere. See, IB വെച്ചിട്ട് IC or IE കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബീറ്റ ഓർ ഗാമ വേണം അല്ലേ. സോ ഈ ആൽഫ വെച്ചിട്ട് ഞാൻ ബീറ്റ കാണുകയാണെങ്കിൽ beta will be alpha by 1 minus alpha. So it will be 0.99 by 1 minus 0.99. So 0.99 by 0.01. So beta and the value and the beta is 99. Okay. So next we know IC is equal to beta IB. So beta is 99 into IB എന്താണ്? It is 20 microampere. So the multiply ചെയ്താൽ 0, 9 to 18, 1, 9 to 18, 1980 microampere. എന്ത് കിട്ടി? ഇത് IC കിട്ടി. അപ്പോൾ എന്തായിരിക്കും IE? IE will be equal to IC plus IB. IC എന്താ? 1980 plus IB is 20 microampere. So this will be 2000 microampere. Microampere milli ampere മാറ്റിയാൽ it is equal to 20 milliampere, and this one is equal to 1.98 milliampere. Okay. അപ്പോൾ ആൽഫ എന്താണ്? ബീറ്റ എന്താണ്? ആൽഫ ബീറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ആൻഡ് ഇതുപോലത്തുള്ള സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ വരാവുന്നതാണ്. ഓക്കെ. സോ ദിസ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 8. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 9. മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ, ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. എന്തൊക്കെയാണ്? RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, UJT ഓസിലേറ്റർ, LC ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ, ആൻഡ് ഇവിടെ ഏതൊക്കെ ടൈപ്സ് ആണെന്നാണ് ചോദ്യം. സി, ഓസിലേറ്ററിന്റെ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഓസിലേറ്റേഴ്സ് ആർ ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഏതൊക്കെ? ഫസ്റ്റ് വൺ ഈസ് സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സ് and the second one is non-sinusoidal oscillators. ഈ നോൺ സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സിനെ നമ്മൾ വേറൊരു പേരും കൂടെ പറയും. ഇറ്റ് ഈസ് റിലാക്സേഷൻ ഓസിലേറ്റർ. ഇറ്റ് ഈസ് റിലാക്സേഷൻ ഓസിലേറ്റർ. ഈ നോൺ സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സ് നമ്മൾ എന്ത് വെച്ചിട്ട് ഒക്കെയാണ് നമ്മൾ ആ നോൺ സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സിനെ ഉണ്ടാക്കുക? യൂസിങ് മൾട്ടി വൈബ്രേറ്റേഴ്സ് and UJT. What is UJT? Uni junction transistor ആണ് ട്ടോ. The next thing is sinusoidal oscillators. See, we have 2 categories of sinusoidal oscillators. The first one is low frequency and the second one is high frequency. ഈ ലോ ഫ്രീക്വൻസിനെ നമ്മൾ പറയുന്ന വേറെ ഒരു പേരാണ് ഓഡിയോ ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസിനെ പറയുന്ന വേറെ ഒരു പേരാണ് റേഡിയോ ഫ്രീക്വൻസി ഓർ RF ഓസിലേറ്റേഴ്സ്. ഇനി ലോ ഫ്രീക്വൻസിയിൽ ഏതൊക്കെ ഓസിലേറ്റേഴ്സ് ഉണ്ട്? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. The second one is Wien bridge oscillator. And the third one is twin T oscillator. It is twin T oscillator. High frequency in the case we have Hartley oscillator. Then we have Colpitt's oscillator. Then we have is crystal oscillator. Fourth one is crystal oscillator. ഈ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആണ് ദാറ്റ് ഇറ്റ് ഓൾവേസ് ഹാസ് എ സ്റ്റേബിൾ ഫ്രീക്വൻസി. ഏറ്റവും സ്റ്റേബിൾ ഫ്രീക്വൻസി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓസിലേറ്റർ എന്താണ്? ഇറ്റ് ഈസ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഈ
Hartley and Colpitt's oscillators is also oscillator is a AF oscillator. It is a audio frequency oscillator. Second one is UJT oscillator. എന്താണ് UJT oscillator is non-sinusoidal oscillators ആണ്, or it is also called relaxation oscillator. എവിടെ UJT oscillation is also called relaxation oscillators. Next one is LC oscillators. LC oscillators എന്താണ്? They are high frequency oscillators, or they are called radio frequency oscillators. So LC oscillators is RF oscillators, radio frequency. And the last one, crystal oscillators. See, so option will be crystal oscillators. It gives high frequency stability. So answer എന്താണ്? Answer will be ഔട്ട്പുട്ട് മൈനസിനോടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി നെഗറ്റീവ് ഫീഡ്ബാക്ക്, ആൻഡ് ഔട്ട്പുട്ട് പോസിറ്റീവിനോടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി പോസിറ്റീവ് ഫീഡ്ബാക്ക്. സോ നമുക്ക് ഇവിടെ ചോദ്യത്തിൽ എന്താണ്? വി ഹാവ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, വി ഹാവ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ we can apply virtual ground concept. We can apply virtual ground concept. അതായത് the voltage of inverting terminal will be equal to the voltage of non-inverting terminal. ഇതാണ് എന്ത്? virtual ground concept. അപ്പോൾ volt VI equal to VNI by ടെർമിനലിലുള്ള വോൾട്ടേജ്. സി, കറണ്ട് ഗോയിങ് പാസിംഗ് ഇൻ ടു ദ ഓപ്പ് ആംപ് ഈസ് സീറോ അല്ലെ? ഇതെന്താണ്? സീറോ. അപ്പൊ ഇത് ജസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് എ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്. ഈ VB വോൾട്ടേജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ദീസ് ടു റെസിസ്റ്റൻസസ്. അതായത് ഇത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ സിമ്പിൾ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ലൈക്ക് ദിസ്. VB വിത്ത് 50K and 50K. അപ്പോ ഈ ഒരു 50K റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? ഈ റെസിസ്റ്റൻസസ് ഈക്വൽ ആണ് അല്ലെ? സോ ഈക്വൽ എമൗണ്ട് ഓഫ് വോൾട്ടേജ് വിൽ ബി appearing across both the resistance. So what will be VNI? It will be VB by 2. So we got non-inverting voltage as VNI, which is VB by 2. By virtual ground concept, ഇതന്നെയാണ് ഇൻവേർട്ടിംഗ് വോൾട്ടേജിന്റെയും ഇൻവേർട്ടിംഗ് ടെർമിനലിന്റെയും വോൾട്ടേജ്. ഓക്കെ, സോ വി ഗോട്ട് VI. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്? യു ഹാവ് ടു റൈറ്റ് എ ഇക്വേഷൻ at inverting terminal. Which type of equation? I will write here KCL. അതായത് sum of all outgoing currents is equal to 0. അപ്പോൾ sum of all outgoing currents. അപ്പോൾ ആദ്യത്തെ കറണ്ട്, ഈ കറണ്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി VB by 2 minus VA by 50K plus what will be this current? It will be VB by 2 minus VO by 250K. This is equal to 0. ഇനി
ഞാൻ മുകളിലും താഴത്തും എല്ലാം ഐ ആം മൾട്ടിപ്ലൈയിങ് ബൈ 250k. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഐ വിൽ ഗെറ്റ് 5 VB/2 മൈനസ് VA പ്ലസ് ഇവിടെ VB/2 മൈനസ് VO ഈക്വൽ ടു 0. സോ 5 VB/2 മൈനസ് 5 VA പ്ലസ് VB/2 ഈക്വൽ ടു VO. Okay, minus VO അപ്പുറത്തെ സൈഡ് പോകുമ്പം it will be VO. So what will be VO? VO will be equal to minus 5 VA plus 6 VB/2 or minus 5 VA plus 3 VB. So answer will be option minus 5 VA plus 3 VB. So option B will be the correct answer. Okay. അപ്പോൾ ഒപ്പാമിലുള്ള ഇതുപോലത്തുള്ള സിമ്പിൾ ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പോൾ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതാണ് അനലോഗ് ഇലക്ട്രോണിക്സിലുള്ള 10 ചോദ്യം. നമ്മൾ വെറുതെ ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞു പോവുക അല്ല ചെയ്തത്. ഓരോരോ ടോപ്പിക്സിലും ഐ ഹാവ് ഗിവൺ എ ബ്രീഫ് എക്സ്പ്ലനേഷൻ സോ ദാറ്റ്. So thank you all. This was module number 5. Next we will meet again with module number 6. We will meet with the questions of power electronics. Okay, thank you all. See you in next class.